കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പദ്ധതികൾ ഒന്നുചേർന്നപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവിന്റെ വൈക്കത്തെ കൃഷിയിടത്തിൽ വിളഞ്ഞത് 100 മേനി. പി രാജീവിന്റെ വൈക്കത്തെ 2 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം. ആത്മാ, സ്റ്റേറ്റ് ഹോർട്ടി മിഷൻ, കേരളക്ഷാവാരം പദ്ധതി എന്നിവയുടെ സംയോജന ഫലമായാണ് 100 മേനി വിളവ് കൈവരിച്ചത്. നേരത്തെ നമ്മൾ നേരിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളുടെ ഏകോപനത്തോടുകൂടി അവരുടെ മുൻകൈയിലാണ് ഇത്തവണത്തെ കൃഷി നടന്നിട്ടുള്ളത്. ആത്മയുടെ ഡെമോൺസ്ട്രേഷൻ മണമറ പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ നിർമ്മിച്ചതാണ്. അതിനിടയിലുള്ള കൃഷി, അതുപോലെ തന്നെ ജലസേചനത്തിന് വളരെ ടാർഗറ്റായിട്ടുള്ള സംവിധാനം, എല്ലാ രീതികളും പുതുതായി പരീക്ഷിച്ചിട്ടുള്ള കൃഷിയാണ്. പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കാർഷിക രീതി ഇവിടെ അവലംബിച്ചിട്ടുണ്ട്. നൂതന കാർഷിക രീതികൾ വിജയകരമായി നടപ്പാക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് നൂതന കാർഷിക മേഖലയിലെ ബോധവൽക്കരണം നടത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളെ കൃഷിത്തോട്ടത്തിൽ എത്തിക്കുകയും കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിലും ഈ തോട്ടം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആത്മാ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സന്ദർശന തോട്ടങ്ങളായും ഈ തോട്ടം മാറിയിട്ടുണ്ട്. വെണ്ട, മുളക്, വഴുതന, തക്കാളി, കാബേജ്, കോളിഫ്ലവർ എന്നിവയും കൂടാതെ സ്നോ വൈറ്റ് എന്ന കുക്കുംബർ വെറൈറ്റിയുടെ ആത്മാ ഡെമോൺസ്ട്രേഷനും നടത്തുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായി വീഡ് മാറ്റ് ഇവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കേരളരക്ഷാവാരത്തിന്റെ ഭാഗമായി തെങ്ങു സംരക്ഷണ പദ്ധതിയും സംയോജിപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിന് നൂതന കൃഷിരീതിയിൽ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് വളം എന്ന തരത്തിൽ സംരക്ഷിത മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ ഇവിടെയുണ്ട്. വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് ശശികുമാർ, വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ അബ്ദുൾ സലാം റാവത്തർ, വൈസ് ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ്, ആത്മാ പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ റെജിമോൾ, ഡോക്ടർ അനീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി രാജശേഖരൻ, സോണി, സണ്ണി, ഗീത പുരുഷൻ, രഞ്ജിത്ത് കുമാർ, ഗിരിജകുമാരി, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ മെയ്സൺ മുരളി, ലീഡ, ആശ, നിമിഷ, സിജി, രമ്യ, സുമോൾ, സരിത, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. i4e ന്യൂസ്, വൈക്കം.